Hello, Betties. What are you doing? Allah, what happened? എന്താ മൂന്നുപേരുടെ മുഖം കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡ് കയ്യിൽ നിന്ന് വല്ല വഴക്കോ തല്ല മറ്റോ എല്ലാം കിട്ടിയോ? Tell me, what is matter? വേണ്ട, ഞങ്ങൾ അമ്മയുടെ പിണക്കോ. What baby? What happened? ചിത്രേ, നീ കാര്യം പറ. ഇവരെന്തെങ്ങനെ പിണങ്ങിയിരിക്കുന്നത്? ഇവര് മാത്രല്ല, ഞാനും അമ്മയുടെ പിണക്കോ. നീയും പിണങ്ങിയോ? കാര്യം എന്താണെന്ന് പറ ചിത്ര. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. മൂകാംബികയിൽ പോയിട്ട് വന്നേ പിന്നെ അമ്മയ്ക്ക് ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. ജ്യോതിയുടെയും ഡിക്കയുടെയും കാര്യം മാത്രം അമ്മ ശ്രദ്ധിക്കുന്നത്. ഞങ്ങളും ഈ വീട്ടിലെ മരുമക്കളല്ലേ. ജ്യോതിയേക്കാൾ ആദ്യം ഈ വീട്ടിൽ കല്യാണം കഴിച്ചു വന്നത് ഞങ്ങളല്ലേ. എന്തിനാ അമ്മ ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത്? നോ ബേട്ടീസ്, നോ വേർതിരിവ്. ഈ മദറിന് നിങ്ങൾ എല്ലാവരും ഈക്വല, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ അവരോടിപ്പോ ഇത്തിരി സ്നേഹക്കൂടുതൽ കാണിക്കുന്നത് ഇപ്പോഴാണല്ലോ അവർ ഒരുമിച്ച് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയത്. നിങ്ങളൊക്കെ മുൻപേ കല്യാണം കഴിച്ചു വന്നവരല്ലേ, അവരങ്ങനെയാണോ? തല്ലും വഴക്കും ഒക്കെ ആയിട്ട് അവരുടെ ഒരു വർഷം വെറുതെ വേസ്റ്റായി പോയില്ലേ? ഇപ്പൊ അവര് പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ അവർ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുക. അപ്പോഴല്ലേ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്? അതൊന്നുമല്ല. അമ്മയ്ക്കിപ്പോ ഏത് നിമിഷവും അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ജ്യോതിക്കും ഡിക്കയ്ക്കും ഒരു കുഞ്ഞുണ്ടായി കാണാനാ അമ്മ ആഗ്രഹിക്കുന്നത്. So what? അപ്പോ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ? എങ്ങനെ ഉണ്ടാവാനാ? ജ്യോതി ഇപ്പൊ അകത്തും നമ്മളൊക്കെ പുറത്തുമല്ലേ. ഭാവിയിൽ അടുക്കളക്കാരിയുടെ സ്ഥാനെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. കണ്ണന്തിര പറഞ്ഞാലുണ്ടല്ലോ മോന്തൊക്കെ കുത്തു ചെറിഞ്ഞാൻ. അഹങ്കാരി. അതെ, എനിക്ക് നിങ്ങളോട് ആരോടും ഒരു പക്ഷാഭേദവും ഇല്ല. ജ്യോതിക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നതും എനിക്കൊരുപാട് കേൾക്കാൻ പറ്റില്ലടാ. മതി മതി. നിനക്കെന്നെ കേസിൽ പ്രതിയാക്കി ജയിലിൽ കയറ്റണം അല്ലടാ? നീ എന്ത് കരുതി? ഡിക്കയുടെ ബലത്തിൽ എനിക്കെതിരെ എന്തും ചെയ്യാവുന്നോ? ചവിട്ടി നിന്റെ നട്ടല് ഞാൻ ഓടിക്കും, അറിയോടാ? സാറേ, സാറിന്റെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതുകൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാനാവില്ല. ഞാൻ ഈ കേസിൽ നിന്നും പിന്മാറില്ല, ചത്താലും പിന്മാറില്ല. നീ കേസ് പിൻവലിക്കില്ല. ഇല്ല സാറേ, എന്റെ മോന്റെ ശരീരം കിടന്ന പോലെ സാറും ഒരു ദിവസം കിടക്കും. എന്റെ പൊന്നു മോന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു വരും. അവന്റെ അച്ഛനാണ് ഞാനെന്ന് ഞാൻ തെളിയിക്കണ്ടേക്ക്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, അത് ചിലപ്പോ കൂടുതൽ അപകടമാവും. അപകടമായാലെന്ത്, അല്ലെങ്കിലെന്ത്? എനിക്കിനി എന്ത് നോക്കാനാടീക്കെ? മുകളിൽ ആകാശം, താഴെ ഭൂമി, അത്രേ ഉള്ളൂ. എന്തായാലും അവനെ ഞാൻ വിടില്ല. അവന്റെ ജീവനും കൊണ്ടേ ഞാൻ പോകൂ. അപ്പൊ ശരി ഡീക്കെ, ഞാൻ പോവുക. അവിടെ എന്റെ ഭാര്യ തനിച്ച. ഞാൻ ചെന്നില്ലെങ്കിലേ അവള് പേടിക്കും. ഒരു ചെറിയ ശബ്ദം കേട്ടാ പോലും അവൾക്ക് പേടിയാ. നിങ്ങളുടെ കുടുംബത്തിനുണ്ടായ ഈ വിധിക്ക്
എന്ത് പകരം തരണമെന്നോ എങ്ങനെ പരിഹാരം കാണണമെന്നോ എനിക്കറിയില്ല. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ DK. എന്റെ മോന്റെ ചോരയ്ക്ക് പകരം അവന്റെ ചോര. അതല്ലാതെ ഇതിനൊരു പരിഹാരവുമില്ല. DKക്ക് പറ്റുമോ എന്റെ മകൻ കിടന്നതുപോലെ അവനെ എന്റെ മുമ്പിൽ കൊണ്ട് കിടത്തിത്തരാൻ? പറ്റുമോ DK? എനിക്കത് കാണണം. അത് കണ്ടാലേ എന്റെ മനസ്സൊന്ന് തണുക്കും. ഊണുമേശയിൽ ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ആഹാരം കഴിക്കുമ്പോൾ പരസ്പരം പാത്രങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴേ അവരുടെ ഉള്ളിലോട്ടെ അവരുടെ വയറ് മാത്രമല്ല നിറയുന്നത്, മനസ്സും നിറയും. ആഹാരം മാത്രമല്ല, സ്നേഹം കൂടിയാ വിളമ്പുന്നത്. അങ്ങനെയുള്ള ദമ്പതിമാര് ജീവിതത്തിലൊരിക്കലും പരസ്പരം വഴക്കിടുവോ പിണങ്ങുവോ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇന്നത്തെ പല കുടുംബങ്ങളിലും അങ്ങനൊരു ചിട്ടയില്ല. അച്ഛനൊരു സമയത്ത് കഴിക്കുന്നു, അമ്മ മറ്റൊരു സമയത്ത് കഴിക്കുന്നു, മക്കൾ വേറൊരു സമയത്ത് കഴിക്കുന്നു. ഭാര്യയും ഭർത്താവും അടുക്കളയിലും ഡൈനിങ് ടേബിളുമായിട്ടിരുന്ന് കഴിക്കുന്നു. പിന്നെങ്ങനെയാ കുടുംബത്തിനകത്ത് സ്നേഹം ഉണ്ടാകുന്നത്? കൂടുമ്പോഴുണ്ടാകുന്ന ഇമ്പം പിന്നെ എങ്ങനെ ഉണ്ടാകാനാ മോളെ? ഊണുമേശ എന്ന് പറയുന്നതേ ആഹാരം വിളമ്പാൻ മാത്രമുള്ള സ്ഥലമല്ല, സ്നേഹം വിളമ്പാനുള്ള സ്ഥലം കൂടിയാ. അത് നീ മനസ്സിലാക്കി. വെരി ഗുഡ് മൈ ബേട്ടി, വെരി ഗുഡ്. അമ്മേ, അതിനിപ്പോ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നത്തെ കാലത്ത് പലരും പല ജോലിക്കും പോകുന്ന ആൾക്കാരാണ്. പണ്ടത്തെ കാലത്ത് സ്ത്രീകൾക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരുമ്പോ അവരൊരുമിച്ചിരുന്ന് കഴിക്കും. ഇന്നിപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ. മിക്കവാറും ഉള്ള കുടുംബങ്ങളിൽ സ്ത്രീകളെല്ലാം ജോലിക്ക് പോകുന്നവരാ, സ്വന്തം കാലിൽ നിൽക്കുന്നവരാ. അപ്പോ അവരവരുടെ സമയത്ത് ചിലപ്പോ ഭക്ഷണം കഴിച്ചെന്നിരിക്കും. പക്ഷെ എന്നാലും ഒരു ദിവസമെങ്കിലും വൈകുന്നേരം ഒരു നേരമെങ്കിലും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച അമ്മ പറയുന്ന പോലെ അവര് തമ്മിൽ പിണങ്ങില്ലെന്നാ എന്റെ വിശ്വാസം. കറക്റ്റ് ബേട്ടി, കറക്റ്റ് മൈ ബേട്ടി. അമ്മ, അമ്മയ്ക്ക് വിശക്കുന്നെങ്കിൽ അമ്മ പോയി കഴിച്ചിട്ട് വരൂ കേട്ടോ. നോ ബേട്ടി, സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞുപോയി, മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. ഇനി എനിക്കൊന്നും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. സ്നേഹം കൊണ്ട് എപ്പോഴും ഏത് കഠിനഹൃദയനായ ഭർത്താവിനെയും കീഴടക്കാമെന്ന് നീ പഠിപ്പിച്ചു. നിന്റെ സ്നേഹം എന്നും അവന് ബലം തന്നെയാ മോളെ. ഇനി അവന്റെ ലൈഫിലെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. താങ്ക് യു. നിങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിച്ച് കണ്ടാ മതി. ഈ ഏട്ടനെന്താ ഫോൺ എടുക്കാത്തെ? ഏട്ടാ, ഏട്ടനെന്തിനാ അവനേഷനെ തല്ലാൻ പോയേ? ഞാനിപ്പോ ചോദിച്ചത് കേട്ടില്ലേ? വെറുതെ അവനെ തല്ലാനും കൊല്ലാനും പോയത് എന്തിനാന്ന്? നീ എന്താ എന്നെ ചോദ്യം ചെയ്യണോ? കാര്യം ചോദിക്കുമ്പോ ദേഷ്യപ്പെടുന്ന എന്തിനാ? ദേഷ്യപ്പെടാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്നടാ? അല്ല, ജ്യോതി ഇതുവരെ ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ. അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ആ, അവള് ഉറങ്ങിയോ? ഉറങ്ങി. ആ, രാത്രി ആഹാരമൊന്നും കഴിക്കാതെ കിടന്ന്
ക്ഷീണമൊന്നും വരുത്തി വെക്കണ്ടെന്ന് അമ്മ അവളോട് പറഞ്ഞേക്കും. ഓ അല്ല, എന്തിനാ ഈ പിണക്കം? ആഹാരം കഴിക്കാതിരിക്കുന്ന എന്തിനാ? എടാ, നീ എന്താണ് അവളെ ആവശ്യമില്ലാതെ വഴക്ക് പറഞ്ഞത്? ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാലും നീ അവളോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചില്ലേ? അമ്മേ, അത് അവിനാശിനെ ഞാൻ തല്ലാൻ പോയെന്നും പറഞ്ഞ് ബഹളം വെച്ചത് അവളല്ലേ. എനിക്ക് വേണ്ടിയൊന്നും അല്ലത്, ഇവളുടെ അനിയത്തിയുടെ പ്രശ്നത്തിന് വേണ്ടി ചെയ്തതല്ലേ. അത് ഇവളെന്താ മനസ്സിലാക്കാത്തത്? എടാ, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഏതു ഭാര്യയ്ക്കും സ്വന്തം ഭർത്താവിന്റെ സുരക്ഷിതത്വ ഏറ്റവും വലിയ കാര്യം. എടാ കണ്ണ, നിനക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയല്ലേ അവൾ ചൂടായി സംസാരിച്ചത്? അതെന്തെങ്കിലും ആവട്ടെ. അമ്മ അവളോടൊന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാൻ പറയും. അവള് വേണേ കഴിച്ചോളൂ, നീ പൊയ്ക്കോ. പോടാ. അതെ, നീ തന്നെ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്നത് ശരിയാണോ? അതിന് മാത്രം ഞാൻ അവളോട് വലിയ വഴക്കൊന്നിട്ടില്ലല്ലോ. ഒന്ന് ചൂടായതല്ലേ ഉള്ളൂ. ചൂടായതും അല്ല, പറഞ്ഞപ്പോ ശബ്ദം അല്പം ഉയർന്നു പോയി, അത്രയല്ലേ ഉള്ളൂ. അതിനോട് അത്രയ്ക്ക് പിണങ്ങണോ? ഇനിയെങ്കിലും മേലിൽ അവളോട് പട്ടിണി കിടക്കരുതെന്ന് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പറഞ്ഞേ പറ്റൂ. എന്താ പറയില്ലേ? അതെന്താ? ഓ, അത് ശരി. ശരിയാ, നിന്നോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതൽ എനിക്ക് ജ്യോതിയോടാ ഇഷ്ടം. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ആ, അതിന് കാരണവും നീ തന്നെയാണല്ലോ. ഏട്ടാ, എന്റെ വീട് കാണിക്കണേ. എന്റെ വീട് ആരെങ്കിലും കാണൂട്ടോ. കണ്ടാലെന്താ? എന്താന്നോ? എന്റെ ദൈവമേ, ഇപ്പൊ തന്നെ നമ്മള് കാരണം ഇവിടെ മരുമക്കൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്നാ പറയുന്നേ. എന്ത് കാരണം? നമ്മള് കാരണം? അതെങ്ങനെ? നമ്മുടെ സ്നേഹവും പ്രേമവും ഒക്കെ ഇത്തിരി കൂടിപ്പോന്നുണ്ടെന്നാ മരുമക്കളുടെ പരാതി. ഓഹോ, അങ്ങനെ ഒരു പരാതിയുണ്ടോ? അങ്ങനെയും പരാതിയൊക്കെ ഉണ്ട്. ആ, അത് സാരമില്ല, കുറച്ച് കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറിക്കോളും. മാറിക്കോളും. അല്ല, താനിതൊക്കെ കഴുകി വെച്ചിട്ട് എപ്പോ കിടന്നുറങ്ങാനാ? ഇതേ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാ. ഇതിപ്പൊ തീർന്നോളും. ഞാനും കൂടി സഹായിച്ചാലോ? ഇല്ലറ പാത്രം കഴുകാനോ? എന്താ, ഞാൻ കഴുകിയാ പറ്റൂലേ? ഏട്ടാ, അതൊന്നും വേണ്ട, അവിടെ ഇട്ടേ. ഇതൊന്നും എന്റെ ഭർത്താവിന് പറ്റിയ പണിയല്ല. അതിനിതേ ഞാനിവിടെ ഉണ്ട്. പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതൊക്കെ എവിടെ കൊണ്ടുപോവാ? ഏട്ടാ, ഇതെന്താ ഏട്ടാ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളല്ലേടോ. ഭാര്യയെ പാത്രം കഴുകാനൊന്ന് സഹായിച്ചെന്ന് കരുതി ഭർത്താവിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ആഹാ, അത് കൊള്ളാലോ. ഭയങ്കര ഫെമിനിസ്റ്റ് തിയറി ആണല്ലോ അത്. ഫെമിനിസ്റ്റ് തിയറി ഒന്നും അല്ല, പക്ഷേ ജീവിതത്തിൽ ഭാര്യയ്ക്കൊപ്പം ഭർത്താവിനും തുല്യ പങ്കാളിത്തം വേണമെന്ന അഭിപ്രായമായി എനിക്കുള്ളത്. അതൊക്കെ നല്ലതാ. എന്നാ പിന്നെ ഇത്രയും നേരം ഞാനല്ലേ പാത്രം കഴുകിയത്? ഇനി സാറൊന്ന് കഴുകിയേ. അതിനെന്താ, താനേ ഇവിടെ വന്നിരിക്കെ.
ലോകത്തെ ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നതാ ഇതൊക്കെ. ഭാര്യ ആഗ്രഹിക്കുന്നത് എന്നുള്ളതുകൊണ്ട് മാത്രമൊന്നുമല്ല, കുടുംബജീവിതത്തിലായാലും ദാമ്പത്യത്തിലായാലും ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്വാതന്ത്ര്യം വേണമെന്നുള്ള അഭിപ്രായം എന്റേത്. നല്ലൊരു സൗഹൃദം ഉടലെടുക്കാനും നന്നായിട്ട് ജീവിക്കാനും അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റൂ. ഏട്ടാ, ഇതിലേത് സാരി ഏട്ടന് ഇഷ്ടായേ? എന്നെ നോക്കാനല്ല പറഞ്ഞത്, സാരി നോക്കാൻ. ഹ, പറ, ഇതിലേത് ഇഷ്ടായേ? ഇതിലേത് സാരി ഉടുത്താലും നിനക്ക് നന്നായിട്ട് ചേരും. അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഏട്ടൻ ഇതിലേതാ ഇഷ്ടായെന്നാ എനിക്കറിയേണ്ടത്. അതിനെന്താ, ഇയാളല്ലേ സാരി ഉടുക്കുന്നത്? ഉടുക്കുന്നൊക്കെ ഞാൻ തന്നെയാ. പക്ഷേ ഞാനത് ഉടുക്കുന്നത് ഏട്ടനും കൂടി ഇഷ്ടാവണ്ടേ? അങ്ങനെയാണോ? ആ എങ്കിതാ ഈ സാരി എടുത്താ മതി. നല്ല ഭംഗിയില്ലേ? അല്ല, ഇതിൽ ഏത് സാരി കൊടുക്കണമെന്നാ താൻ ശരിക്കും ആഗ്രഹിച്ചത്? സത്യം പറയട്ടെ, ഞാനും ഈ സാരി തന്നെയാ മനസ്സിൽ സെലക്ട് ചെയ്ത്. അത് ചുമ്മാ. സത്യം. ആണോ? ആ. അപ്പോ നമ്മുടെ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണല്ലേ? അല്ലെങ്കിൽ പിന്നെ ദൈവം നമ്മളെ ഒരുമിച്ച് ചേർക്കും ഏട്ടാ. മക്കളെ, അമ്മേ, രബിളിപ്പോ റെഡിയായോ? ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുക അമ്മേ. സാരിയും കൂടെ കൊടുത്താ മതി. ഏത് സാരി ഉടുക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അവസാനം ഞാൻ ഈ സാരി സെലക്ട് ചെയ്തു. നോ, ആ സാരി വേണ്ട ബേട്ടി. ഇന്ന് അമ്പലത്തിൽ പോവാനേ ആ സാരി അല്ല ഉടുക്കേണ്ടത്. ഈ അമ്മ എന്താ പറയുന്നത്? ജ്യോതിക്ക് ഇഷ്ടപ്പെട്ടൊരു സാരിയല്ലേ സെലക്ട് ചെയ്തത്? നോ മൈ സൺ, ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി അല്ല ഉടുക്കേണ്ടത്. ദേവിക്ക് ഇഷ്ടപ്പെട്ട സാരിയാ ഉടുക്കേണ്ടത്. അതാ ഈ സാരി. ഈ സാരി കണ്ട. അമ്മേ, ഇതേത് സാരിയാ? ഇതാണ് ഇന്നത്തെ ദിവസത്തേക്ക് പറ്റിയ പരിശുദ്ധമായ സാരി. മൂകാംബിക ദേവിയെ ഉടുപ്പിച്ച സാരിയാ ഇത്. ഞാൻ നിനക്ക് വേണ്ടി അവിടുന്ന് വാങ്ങിയതാ. ഇത് ഉടുത്ത് ദേവീക്ഷേത്രത്തിൽ ചെന്നാലേ അവിടുത്തെ ദേവിമാർക്കേ ഇത് ഉടുത്ത് ചെല്ലുന്ന ആളുകളെയൊക്കെ വലിയ ഇഷ്ടമാ. അതുകൊണ്ട് മോള് ഈ സാരി ഉടുത്തോണ്ട് അമ്പലത്തിൽ ചെന്നാ മതി കേട്ടോ. ആ, ഇനി വേഗം റെഡി ആയിട്ട് രണ്ടാളും താഴേക്ക് വാ. ബേട്ടി, കം ഫാസ്റ്റ്. ഓം ശിവം ശിവകരം ശാന്തം ശിവോത്തമം ശിവമാർഗേ പ്രണയതാരം പ്രസന്നതോത്മേ സദാശിവം. ഓം ശിവം സ്വാമി, എന്തായി? അവൻ റെഡിയായോ? എന്റെ പൊന്നു സ്വാമി, എന്റെ ഹാപ്പി പറഞ്ഞറിയിക്കാൻ വയ്യ. അവൻ അവളെ ഇത്രയും ലവ് ചെയ്യൂന്നേ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എല്ലാം ഭഗവാന്റെ കൃപാ കടാക്ഷം. അവനെ അവളെ ഒരുക്കുന്നു, സാരിക്ക് ഫ്രില്ല് പിടിച്ചു കൊടുക്കുന്നു, ഒട്ടു കൊത്തുന്നു. സ്വാമിയുടെ ഔഷധം ഏറ്റു. അല്ല, എന്താ സ്വാമി അതിന്റെ ഗുട്ടൻസ്? മണിവർണ്ണ സ്വാമികൾ തഞ്ചാവൂരിൽ നിന്നും കൊണ്ടുവന്ന ഒരു പ്രത്യേക ഔഷധമാണത്. ഓ, ശിവായ നമഃ. ഓം മഹേശ്വരായ നമഃ. ഓം ശംഭവേ നമഃ. ഓം പിനാകിനേ നമഃ. ഓം ശശിശേഖരായ നമഃ. ഓം വാമദേവായ നമഃ. ഓം വിരൂപാക്ഷായ നമഃ. ഓം കപർദിനേ നമഃ. ഓം നീലലോഹിതായ നമഃ. ഓം ശങ്കരായ നമഃ. ഓം
शूलपाणये नमः ॐ खट्वाङ्गिने नमः ഏട്ടാ അത് നോക്കിയേ ആരൊക്കെ ഇരിക്കുന്നെന്ന്. ഇവരെന്താ ക്ഷേത്രത്തിൽ തപസരിക്കാൻ വന്നാണോ? എന്തെല്ലാം നാടകങ്ങളാ നടക്കുന്നത്. നാടകങ്ങളോ? അല്ലാതെ പിന്നെ അഭിനയല്ലേ, ഭയങ്കര പ്രേമാഭിനയം. താനത് കണ്ട ഭാവം നടിക്കണ്ട. വാ. ശരി, നീ പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ വരാം നിന്റെ കൂടെ. പക്ഷേ ഞാനാണ് വൈജയന്തിയെ കൊന്നെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിച്ച് കാണിക്കും. ഇല്ലെങ്കിൽ ഇതിന്റെ ഫലം നീ അനുഭവിക്കും. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയാണോ ഡി കെ? പോലീസിനോടാ കളി, അതോർമ്മ വേണം. രണ്ടെണ്ണം കൂടി ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ പോവല്ലേ? ശരിയാക്കി തരാം. നീ ഇന്ന് എന്റെ ലോക്കപ്പിൽ കിടക്കടാ ഡി കെ. ഈ കേസ് നിന്റെ തല കെട്ടിവെച്ച് നാളെ ഞാൻ നിന്നെ കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ചെയ്യും. 14 ദിവസം റിമാൻഡിൽ നീ. അതിനുള്ളിൽ ഞാൻ കുറ്റപത്രം സമർപ്പിക്കും. പിന്നെ നീ വിചാരണ തടവുകാരനായി ജയിലിൽ, നിന്റെ ഭാര്യ ഒറ്റയ്ക്ക് അമരാവതിയിൽ. നിന്റെ ശാന്തി മുഹൂർത്തം ഭൂം. എന്താ അറസ്റ്റ് ചെയ്യുന്നില്ല? നീ പിടിച്ചെടുത്തോന്ന് പോടോ. എന്നെ അറസ്റ്റ് ചെയ്ത ഈ നിമിഷത്തെ ഓർത്ത് നീ ദുഃഖിക്കും. ഒരുപാട് ദുഃഖിക്കും. നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ തിരിച്ചു വരും. ഏയ്, ഇയാള് വിഷമിക്കണ്ട. വൈകുന്നേരത്തിന് മുമ്പ് ഞാൻ തിരിച്ചെത്തും. തനിക്കെന്നെ വിശ്വാസമില്ലേ? വൈകിട്ടെത്തണോ, നാളെ എത്തണോ, അതോ ജയിലിൽ പോയി കിടക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കണ്ടിക്കേ. തൽക്കാലം നീ ജീപ്പിലോട്ടൊന്ന് കേറ്. ബാക്കിയൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ശരിയാക്കി തരാം. ആ മുരളി, ഈ താക്കോല് ഇനി എന്റെ കയ്യിലിരിക്കും. ഇന്ന് ഞായറാഴ്ച. ഇന്നിനി ഒരു കോടതിയിലും നിങ്ങളെ ഹാജരാക്കാൻ പറ്റില്ല. പിന്നെ നാളെ നേരം വെളുത്തൊരു 11 മണി ആവണം കോടതിയിൽ നിങ്ങളെ ഹാജരാക്കി ഒന്ന് ജാമ്യത്തിലെടുക്കാൻ. നിങ്ങൾക്ക് ജാമ്യം കിട്ടില്ല ഡി കെ. അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തു വെച്ചോളാം. ഇന്ന് രാത്രി നിങ്ങളുടെ ശാന്തി മുഹൂർത്തം. അവൾ അവിടെയും നിങ്ങളിവിടെയും.
അതോർത്ത് അങ്ങ് കിടന്നുറങ്ങിയാ മതി. ഇവിടെ എൻ്റെ ഈ ലോക്കപ്പിൽ. ആ, വേണമെങ്കിൽ ഞാൻ നാളെ രാവിലെ വന്ന് നിങ്ങളെ തുറന്നു വിടാം. ലോകകപ്പ് പൂട്ടി താക്കോൽ നീ കൊണ്ടുപോയിക്കോ. പക്ഷെ നീ ഒന്നോർത്തോ, ഈ താക്കോലുമായി നീ തന്നെ വരും. ഈ ലോകകപ്പിന്റെ വാതിൽ നീ തന്നെ വന്ന് തുറക്കും. എന്റെ ശാന്തി മുഹൂർത്തത്തിന് മുൻപ് തന്നെ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചെത്തും. ഓ, ഞാൻ തന്നെ തുറക്കോ? അതെന്ത് മാജിക്കേ! DK മജീഷ്യനാണോ? അതൊരു മാജിക് തന്നെയാണ്. ആ മാജിക് എന്താണെന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ നീ. പക്ഷേ ഒന്നുറപ്പാ, ആ മാജിക് നിന്റെ ജീവിതത്തെ തലകീഴായി മറിക്കാൻ പോവാ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. നമുക്ക് ചുമ്മാ മത്സരിക്കാൻ DK. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനാണേ നിങ്ങൾ ജയിച്ചു. ഇല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ വന്ന് തുറന്നു തരാം. ഒരു കോടതിയിലും ഹാജരാക്കാതെ ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. നിന്റെ ഒരു ദാശനും എനിക്ക് ആവശ്യമില്ല. എനിക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുമ്പോ ഈ ലോക്കപ്പിനുള്ളിൽ നിന്ന് ഞാൻ പോയിരിക്കും. DK ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. സമ്മതിച്ചേ. നിങ്ങൾ വലിയ പുലിയല്ലേ? പക്ഷേ ഏതു വലിയ പുലിയായാലും എന്റെ ഈ ലോക്കപ്പ് വിട്ട് പുറത്തു വരണമെങ്കിൽ എന്തായാലോ ആ അവിനാഷിനെ കിട്ടിയില്ലേ? ഇല്ല സർ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ലോക്കപ്പം പൊട്ടി പുറത്തു പോകാൻ അയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? എന്തെങ്കിലും തല്ലി പൊട്ടിക്കടോ. വേണ്ടടോ, താൻ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. എന്തായാലും താൻ ഇവിടെ വരെ വന്നല്ലോ, അത് മതി. അതല്ല DK, ഒരു CAക്ക് ലോക്കപ്പ് പൊട്ടി താക്കോലുമായി പുറത്തു പോകാൻ ഒരധികാരവും ഇല്ല. അയാൾക്കുള്ള പണി ഞാൻ വേറെ കൊടുത്തോളാം. വേണ്ടടോ, താൻ പൊയ്ക്കോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. വേണമെങ്കിൽ താനിപ്പോ ഈ പൂട്ട് തല്ലിപ്പൊളിച്ച് എന്നെ ഇവിടുന്ന് പുറത്തിറക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ തൽക്കാലം അത് വേണ്ട. അവൻ എവിടം വരെ പോകുന്ന നമുക്ക് നോക്കാം. അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. എനിക്കിതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. സുഹൃത്തായ എന്നെ പുറത്തിറക്കാൻ കഴിയാത്തതിൽ തനിക്ക് വിഷമവും വേണ്ട. തമ്പയ്ക്കോ. അയാള് വരുമ്പോ എന്നെ വിളിക്കാൻ പറയണം. ഇല്ലെങ്കിലേ അവൻ സർവീസിൽ വേണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കും. അമ്മേ, നമ്മളിനി എന്താ ചെയ്യാ? ഇന്നിനി DKയുടെയും ജ്യോതിയുടെയും ശാന്തി മുഹൂർത്തം നടക്കുമോ? എങ്ങനെ നടക്കാനാ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ട് വേണ്ടേ? DKക്ക് എന്തിന്? ഒരു കാരണവശാലും വരാൻ പറ്റില്ല. DK എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി ശാന്തി മുഹൂർത്തത്തിനായി DKയുടെ മുറി ഒരുക്ക്. അമ്മ എന്താ ഈ പറയുന്നത്? ഇന്നത്തെ കാര്യമൊന്നും ഇനി നടക്കില്ലമ്മേ. നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ, അവിനാഷ് DK ഇന്ന് ഒരു കാരണവശാലും അവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. അമ്മേ,
ഞങ്ങള് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ? വേണ്ട, യു ഡോണ്ട് ഗോ, ഹീ കം. എന്താ അമ്മേ? നിങ്ങൾ ആരും ഒരിടത്തേക്കും പോവണ്ടെന്ന്. അവൻ എന്റെ മകനാണെങ്കിൽ അവൻ വരും, വന്നിരിക്കും. ആ, നിങ്ങൾ പോയിട്ട് അവന്റെ റൂം അലങ്കരിക്ക്. അമ്മ എന്താ തമാശ പറയാണോ? Shut up. You go. പോയി മുറി അലങ്കരിക്ക. അവൻ വരും, ഐ ആം ഷുവർ. ഇതൊക്കെ വേണോ അമ്മേ? വേണം ബേട്ടി. അവൻ വരുമ്പോ നീ ഇങ്ങനെ സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കണം. അല്ലാതെ അവൻ വരുമ്പോ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് അവനും കൂടെ സങ്കടാവൂലേ? സങ്കടം വരുമ്പോ കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ അമ്മ? സങ്കടങ്ങളെ ഫൈറ്റ് ചെയ്യാനുള്ള കരുത്താക്കി മാറ്റണം മോളെ. ഇതൊക്കെ സില്ലി സില്ലി കേസല്ലേ? ഷോ, ഇത് വല്ലതൊക്കെ ആണോ ലൈഫ്? ലൈഫിൽ ഇനി എന്തെല്ലാം പ്രോബ്ലം നേരിടാൻ കിടക്കുന്നു. ഇതൊക്കെ സ്മോൾ തിങ്സ്. ആ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? അല്ലേ ഇത്ര നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ? അതല്ലമ്മേ, ഡിക്ക് ദുഷ്ടം വിട്ടില്ലെങ്കിലോ അതോർത്തപ്പോ. നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട, എനിക്കും സങ്കടമുണ്ട്. പക്ഷേ ഡിക്കയുടെ ഭാര്യ ഞാൻ, ആ ധൈര്യം കുറച്ചെങ്കിലും എനിക്കും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് ബേട്ടി, വെരി ഗുഡ്. ഈ ഉറപ്പാ നിനക്ക് വേണ്ടത്. ഇപ്പഴാ നീ ശരിക്കും ഡിക്കയുടെ വൈഫായത്. മുറിയൊക്കെ ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു. പക്ഷേ ജ്യോതി ഇന്ന് ഒറ്റയ്ക്ക് ശാന്തി മുഹൂർത്തം ആഘോഷിക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇവളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്ന മരുമക്കൾ തന്നെയല്ലേ? ആ നിങ്ങൾ തന്നെ ഇവളെങ്ങനെ കളിയാക്കാൻ തുടങ്ങിയാലോ? അയ്യോ, ഞാൻ കളിയാക്കിയതൊന്നല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അല്ലെങ്കിലും എന്റെ കാര്യമൊക്കെ ഇങ്ങനെയാ. കാര്യമായിട്ട് എപ്പ എന്ത് പറഞ്ഞാലും എല്ലാരും വിചാരിക്കും ഞാൻ കളിയാക്കുമെന്ന്. അമ്മയ്ക്കറിയില്ലേ നാക്കിന് എല്ലില്ലാത്ത സാധനമായിരുന്നു. മതി മതി, ഇനി നിങ്ങൾ സംസാരം ഒന്നും വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, ജ്യോതിമോളെ മുറി കൊണ്ടാക്ക്. അപ്പോ ഡി കെ വരൂ അമ്മേ? വരൂ. ആ, നിങ്ങൾ ചെന്ന് വാ ജ്യോതി. ഇനി അമ്മ പറഞ്ഞിട്ട് ഞങ്ങളത് ചെയ്തില്ലെന്ന് വേണ്ട. വാ ജ്യോതി. ഇവിടെ ഇങ്ങനെ നിൽക്കാതെ വാ ജ്യോതി. അവിടെ പോയി മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഡി കെ വരുന്നത് സ്വപ്നം കണ്ട് സന്തോഷിക്കല്ലോ. ഇനിയിപ്പോ അഥവാ വന്നില്ലെങ്കില് മുല്ലപ്പൂ മണമൊക്കെ ശ്വസിച്ച് സുഖമായിട്ട് ഇറങ്ങാലോ. ഇവളെ ഇന്ന് ഞാൻ വാടക്കടി. ഞാൻ തമാശ പറഞ്ഞതാട്ടോ. വാ ജ്യോതി. ചെല്ലും മോളെ. എന്ത് അബദ്ധം അവളി കാണിച്ചത്? ആ വൃത്തികെട്ടവനെ കാണാൻ നീ എന്തിനാ അവളെ സമ്മതിച്ചത്? ഞാൻ സമ്മതിച്ചിട്ടൊന്നുമല്ല അവള് പോയത്. നിനക്ക് അവളോട് പോകണ്ടെന്ന് പറയായിരുന്നോ? എന്നെ കൊണ്ട് പറയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ടും അതൊന്നും കേൾക്കാതെ അവള് പോയത്. അതെങ്ങനെയാ? അനുസരണയെന്നൊരു കാര്യം തൊട്ട് തീണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊന്ന് വലിച്ച് തല വെക്കുമായിരുന്നോ? ഇതാകെ ടെൻഷനായല്ലോ ഭഗവാന്. അതെ, നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. നേരെ എത്രയായില്ലേ? അന്വേഷിച്ചിട്ട് വരാം, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? ആ കാലന്റെ അടുത്തേക്ക് അവൾ എന്ത് ധൈര്യത്തിൽ പോയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊരു വിധിയായത്.
മോളെ യു ഡോണ്ട് വറി, ഹി വിൽ കം. എനിക്ക് എപ്പോഴും വിശ്വാസം അവൻ വരുമെന്ന്. മോള് വിഷമിക്കാതിരിക്കെ. എല്ലാവരുടെയും കളിയാക്കലൊക്കെ കേട്ട് അടുത്തു അമ്മ. നടക്കാത്ത ശാന്തി മുഹൂർത്തത്തിന് മണിയാറ് ഒരുക്കി കാത്തിരിക്കുന്ന ഒരു പൊട്ടി പെണ്ണായിട്ടാ എല്ലാവരും എന്നെ കളിയാക്കുന്ന. എല്ലാവരും കളിയാക്കിയില്ലല്ലോ മോളെ. ആ താര എന്തോ പൊട്ടത്തരം പറഞ്ഞെന്ന് വെച്ച് മോളത് കാര്യാക്കൊന്നും വേണ്ട. അവളൊരു പൊട്ടി പെണ്ണ. പറയുന്നത് എന്താ ചെയ്യുന്നത് എന്താന്നൊന്നും മനസ്സിലാവാത്ത ഒരു പൊട്ടി പെണ്ണ്. പുള്ളി ഒന്നുമില്ല, മനസ്സിലുള്ളതേ അതങ്ങോട്ട് പറയും, അത്രയേ ഉള്ളൂ. എന്റെ മോളത് കാര്യാക്കാൻ നിൽക്കണ്ട. സത്യത്തിൽ താര പറഞ്ഞതല്ലേ അമ്മ ശരി? ഇതൊക്കെ ഒരു പാഴ്വേലയല്ലേ? നോ പേട്ടി, ഇത് തീരുമാനിച്ചത് നമ്മളല്ല, മൂകാംബിക ദേവിയാ. അത് നടക്കണോ വേണ്ടിയെന്നോ ദേവി തീരുമാനിക്കും. യു ഡോണ്ട് വറി മോളെ. നിന്റെ ഹസ്ബൻഡാണോ വിളിക്കുന്നത്? അല്ല, പ്രിയ മോളാ. ഓ ആ മോളെ പ്രിയ. ചേച്ചിനെ വിളിച്ചിരുന്നില്ല. പിന്നെ വിളിക്കാതെ നീ ഇതെവിടെയായിരുന്നു? ചേച്ചി വിഷമിക്കണ്ട, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏട്ടൻ വരും കേട്ടോ. നീ ഏട്ടനെ കണ്ടായിരുന്നോ?